2025 ലോകം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടി കടന്നുപോവുകയാണല്ലോ. എങ്ങും യുദ്ധവും യുദ്ധശ്രുതികളും. ഒരുപക്ഷെ വ്യക്തിപരമായി ഞാനും നിങ്ങളും യുദ്ധത്തിന് എതിരായിരിക്കും. പക്ഷേ രാജ്യങ്ങൾക്ക് അവരുടെ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അതിന് അവർ മിലിറ്ററി പ്രിപ്പയർ ആക്കി വെക്കേണ്ടതുമുണ്ട്. ഒരു മിലിറ്ററിയെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറാണ്, അതിൻ്റെ ഇയേഴ്സ് ഓഫ് പ്രിപ്പറേഷനാണ്. അത് ഒരുപക്ഷെ ബിൽഡിംഗ് ഓഫ് റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ആയിരിക്കാം, അവരുടെ കമ്മ്യൂണിക്കേഷൻ സെൻറ്റേഴ്സ് സെറ്റപ്പ് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് പ്രൊക്യൂർ ചെയ്യുന്നതാവാം. ഇന്ന് മോട്ടീവ് ദുബായിലെ നമ്മുടെ ഗസ്റ്റും someone from the similar industry. Join me to welcome Sibi Matthews from Shell Special Vehicles. Hello everyone, my name is Binil Philip. Welcome back to Motive Dubai. This is a platform where we share aspiring stories. സിബി എന്തുകൊണ്ട് കുറേ നാളെ കണ്ടിട്ട് സുഖമായിട്ടിരിക്കുന്നത്? വളരെ സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, സിബി, ഞാനൊരു ബേസിക് ഇൻട്രൊഡക്ഷനൊക്കെ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. സിബി എന്താണ് ചെയ്യുന്നത് ഇൻ റാസൽ ഖൈമ എന്ന് പറയാമോ? നമ്മൾ ബിൽബായി റാസൽ ഖൈമയിൽ ഷെൽ സ്പെഷ്യൽ വെഹിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെഷ്യലൈസ്ഡ് വെഹിക്കിൾസ്, അതായത് വെഹിക്കിൾ സെക്യൂരിറ്റി വെഹിക്കിൾസ് ഇത് ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഇപ്പോൾ നടത്തുകയാണ്. ഓക്കെ, ഒറ്റയ്ക്കാണോ, പാർട്ട്നേഴ്സ് ഉണ്ടോ? ഒറ്റയ്ക്കാണ്. ഓക്കെ, ഓക്കെ. നമുക്ക് അതിലോട്ട് തിരിച്ചു വരാം. ഈ 2017 സിബി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ. 2017 വരെയുള്ള സിബി എവിടെയായിരുന്നു, എവിടെയാണ് ജനിച്ചത്, ഒന്ന് സമ്മറൈസ് ചെയ്യാമോ? ഞാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിൽ മൈൽപ്ര എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു. അതിനുശേഷം ഞാൻ റാന്നി സെൻറ് തോമസ് കോളേജിൽ ഡിഗ്രി, പിന്നെ MBA കോയമ്പത്തൂർ. അതിനുശേഷം പല ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തു. ഗാർമെൻറ്റ് ഇൻഡസ്ട്രി, പിന്നെ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് കുറച്ചാൾ വർക്ക് ചെയ്തു. പിന്നെ FMCGയിലേക്ക്, അത് കഴിഞ്ഞിട്ട് നേരെ ടെലികോമിലേക്ക് വന്നു. എയർടെല്ലിലും റിലയൻസിലും ഒക്കെ വർക്ക് ചെയ്തു. ഇതെല്ലാം ഇന്ത്യയിലാണ്? എല്ലാം ഇന്ത്യയിലാണ്. ഇതിന് ശേഷമാണ് നമുക്ക് ഇതൊക്കെ പോരാ, കുറച്ചുകൂടെ ഒരു ഇതാകട്ടെ എന്ന് കരുതി നേരെ ഗ്രീൻ വിസയിൽ യൂറോപ്പിലേക്ക് പോയി. അവിടെ കുറച്ച് നാൾ ഇങ്ങനെ നടന്നു. എവിടെയായിരുന്നു? ഡെൻമാർക്കിലായിരുന്നു. അവിടെ അപ്പം ഒന്ന് ഓക്കെ ആകാഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് ദുബായിലേക്ക് 2012 എത്തി. ദുബായിലെത്തി ഞാൻ ഒരു പിന്നക്കിൾ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ IT സെയിൽസ് മാനേജറായിട്ട് ഒരു 3 വർഷം വർക്ക് ചെയ്തു. അവിടെ മിസ്റ്റർ ജോർജ് കെ തോമസ് ആൻഡ് മിസ്റ്റർ പ്രമോദ് അവരുടെ കൂടെ ഞാൻ 3 വർഷം അവിടെ വർക്ക് ചെയ്തിരുന്നു സെയിൽസ് മാനേജറായിട്ട്. അതെ. ഓക്കെ, അത് കഴിഞ്ഞ് അതിനുശേഷം അപ്പോൾ ഇതിലിരിക്കുമ്പോൾ തന്നെ ഞാൻ ഇവിടെ ദുബായിൽ വരുന്നതും കൂടെ നിൽക്കുന്നതും എൻ്റെ ചെന്നൈയിലുണ്ടായിരുന്ന ഒരു സുഹൃത്താണ് ബിനോയ് എന്ന് പറഞ്ഞിട്ട്. ബിനോയോടൊപ്പം ആയിരുന്നു. അപ്പം ബിനോയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്കും അല്ലെങ്കിൽ ഇതിലേക്കും വരാനൊരു കാരണം. ബിനോയ് ആണ് നമ്മളോട് പറഞ്ഞ് നമുക്ക് പാരലായിട്ട് ഇതും കൂടെ നമുക്ക് ഫ്രീ ടൈം ഉള്ളപ്പോൾ നമുക്ക് ഇതും കൂടെ ചെയ്ത് നോക്കാം, ഈ ഒരു സെക്യൂരിറ്റി വെഹിക്കിൾസിൻ്റെ ട്രേഡിങ് എന്നുള്ള ഒരു ഇതിലേക്ക്. അന്ന് ജോബി എന്നൊരാൾ നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്തു. ജോബിയാണ് ശരിക്കും പറഞ്ഞ കമ്പനിക്ക് ഷെൽ എന്നൊരു പേരിട്ട് അതിൻ്റെ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത് ജോബിയാണ്. അങ്ങനെ ഞങ്ങൾ പാരലായിട്ട് ഞാനും ശ്രീകുമാർ എന്നൊരാളും കൂടെ ചെയ്ത് തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് 3 വർഷത്തിന് ശേഷം ഞാൻ റിസൈൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ട്രേഡിങ്ങിലേക്ക് ഞങ്ങൾ 2014 ഷെൽ ട്രേഡിംഗ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പിന്നെ അപ്പോൾ ആ സമയത്ത് ഒരു കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയും ഇങ്ങനെ ഒരു കമ്പനിയും വളരെയധികം റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്തതാണ്. ഭയങ്കര ഒരു സോറി ടു കട്ട് യു, ബട്ട് അതാണ് എനിക്ക് ചോദിക്കാൻ വന്നത്. വളരെ ലാഘവത്തോടെ പറഞ്ഞു ഞാനൊരു സെയിൽസ്മാനായിട്ട് വർക്ക് ചെയ്തു, അവിടുന്ന് ഞാൻ ഈ ഇൻഡസ്ട്രിയിലോട്ട് വന്നു. അങ്ങനെ വളരെ ലാഘവമായിട്ട് വരാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി അല്ല. ഇതിനകത്ത് ഒരുപാട് പ്ലാനിങ് വേണം, പ്രിപ്പറേഷൻ വേണം. ആ ഒരു പ്രിപ്പറേഷൻ ഒരു സെയിൽസ് മാനേജറായിട്ട് ഒരു IT കമ്പനിയിൽ നിന്ന് ഞാൻ ആ ഫെസിലിറ്റി വന്ന് കണ്ടതാണല്ലോ. അങ്ങനെ ഒരു കമ്പനി സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് അതിൻ്റെ പുറകിലുണ്ട്, ഒരുപാട് തോട്ട് പ്രോസസ്സ് അതിൻ്റെ പുറകിലുണ്ട്. ആ ജേർണി എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ മിൽബൈ നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം, പക്ഷേ നമ്മൾ കടന്നു പോയിട്ടുള്ള ഒരു ജേർണി എന്ന് പറയുന്നത് അത്ര സുഖമുള്ള ഒരു യാത്രയായിരുന്നു. അതാണ് നമുക്ക് കേൾക്കേണ്ടത്. ഞാൻ ഈ കമ്പനി ആദ്യം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ 8 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തുടങ്ങിയ കമ്പനി ക്ലോസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഉണ്ടായ സാമ്പത്തിക ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലോണ്, വൈഫിൻ്റെ പേരിലെടുത്ത ലോണ്, ബാക്കി കടം വാങ്ങിച്ചതും അങ്ങനെയുള്ളതും എല്ലാം. അങ്ങനെ ഞാനൊരു ഏകദേശം ഒരു വട്ട പൂജ്യത്തിലായിപ്പോയി. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ ചില മനുഷ്യർ നമ്മളുടെ ലൈഫിലേക്ക് ഇങ്ങനെ വരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. നമുക്ക് നമ്മുടെ ഒരേ സംശയത്തോടൊക്കെ ആയിരിക്കും നോക്കുന്നത്, ഇവർ എന്തിനാണ് വരുന്നത്. സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ സജീവൻ എന്നൊരാൾ, സജീവൻ ഇപ്പോൾ തൃശ്ശൂർ സെറ്റിൽഡാണ്. സജീവൻ എന്നോട് വന്നിട്ട് നമുക്ക് ഇങ്ങനെ, അപ്പോൾ അതിന് മുമ്പ് എനിക്ക് വലിയ പരിചയമില്ലാത്ത ഒരാളാണ് സജീവൻ വന്നിട്ടാണ് എന്നോട് പറയുന്നത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ ശ്രമിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ റാസൽ ഖൈമയിൽ ഷെൽ 2017 ഏപ്രിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുവരെ ആ 8 മാസം നമ്മളുടെ കൂടെ നിന്ന ജോലിക്കാരുണ്ട്, നമ്മുടെ കൂടെ തന്നെ നിന്ന പ്രൊഡക്ഷൻ മാനേജ് ചെയ്തിരുന്ന ശ്രീകാന്ത്, അങ്ങനെ കുറച്ച് ആൾക്കാർ. ഇവരൊക്കെയാണ് സത്യം പറഞ്ഞ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് കടപ്പാടുള്ളത് ഇവരോടൊക്കെയാണ്. അങ്ങനെ നമ്മൾ തുടങ്ങി കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി, കാരണം നമ്മുടെ കൂടെ നിന്ന് കുറച്ച് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു സപ്പോർട്ടൊക്കെ കൊണ്ട് നമ്മൾ കുഴപ്പമില്ലാതെ ചെയ്തു വരുന്നു. തുടങ്ങുന്ന ഒരു വലിയ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു കമ്പനിയായിട്ടല്ല അത് തുടങ്ങുന്നത്. അതൊരു ചെറിയ ഫെസിലിറ്റി ആയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു 2 വെയർഹൗസ്
ആയിട്ട് തുടങ്ങി. അവിടെ നിന്നാണ് നമ്മൾ പിന്നെ അതൊരു 4, 5, 6 അങ്ങനെ പോയി. പിന്നെ ഇപ്പോൾ നമ്മൾ പുതിയ ഫെസിലിറ്റിയിലേക്ക് മാറിയിരിക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ കണ്ടത് നമുക്കൊരു സഡൻ ആയിട്ടുള്ള ഒരു ഇതല്ലായിരുന്നു, Organic സമയമെടുത്ത് ആലോചിച്ച് ചെയ്തൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഈ ഗ്രോത്ത് നമ്മളിപ്പം റാസ് കഴിയുമ്പോൾ നമുക്ക് ഫെസിലിറ്റി വന്നപ്പോൾ ഞങ്ങൾ കണ്ട അത്രയും വലിയൊരു ബിഗ് ഫെസിലിറ്റി അല്ല, അതൊരു ഓർഗാനിക് ഗ്രോത്തിൽ ഈ 8 വർഷം കൊണ്ടായതാണ്. തീർച്ചയായും. ഓക്കെ ഓക്കെ. അത് മാത്രമല്ല, പിന്നെ ഈ ലൈഫിൽ ചില ഡിസിഷൻസ് നമ്മൾ എടുക്കാന്ന് പറയുമ്പം ആൾക്കാർ പല രീതിയിലായിരിക്കുമല്ലോ എടുക്കുക. ചിലർ പെട്ടെന്ന് എടുത്ത് വെള്ളത്തിലേക്ക് ചാടും, ചിലർ കുറച്ച് ആലോചിച്ച് ചാടും, അല്ലെങ്കിൽ ചിലർ ഒത്തിരി ആലോചിച്ച് ചാടും. എനിക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളത് ഒത്തിരി ആലോചിച്ചാൽ ചിലപ്പോൾ നമ്മൾ ചാടില്ല. നമുക്ക് എൻ്റെ ലൈഫിൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാണ്. നമ്മൾ കുറച്ച് ഓക്കെ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ആ റിസ്ക് എടുക്കും. കാരണം ആ സമയത്ത് ഇതുപോലൊരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ആരോട് ചോദിച്ചാലും ആരും, കാരണം ഇതിനെപ്പറ്റി കൂടുതൽ ആർക്കും അറിയില്ല, ആരും ഒരു പോസിറ്റീവായിട്ട് പറയാത്തൊരു സമയത്ത് നമ്മൾ എടുത്തൊരു ഡിസിഷനാണ്. പിന്നെ നമ്മൾ എടുത്ത ഡിസിഷനിലൊന്നും അങ്ങനെ റിഗ്രറ്റ് തോന്നിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. അതെ അതെ, സംടൈംസ് അങ്ങനെയാണല്ലോ, നമ്മൾ യു മേക്ക് എ ഡിസിഷൻ ആൻഡ് ദെൻ യു മേക്ക് ഇറ്റ് റൈറ്റ്. അതെ, വെള്ളത്തിൽ വീട് എന്നിട്ട് കൈകാലോട്ട് അടിച്ച് പഠിക്കുക, നീന്തൽ പഠിക്കുക. അത് കറക്റ്റ്. ഞാനവിടെ വന്നപ്പോഴത്തേന് എൻ്റെ നീളവും എൻ്റെ വണ്ണവുമുള്ള ടയേഴ്സൊക്കെ ഞാനവിടെ കണ്ടു വെഹിക്കിൾസിൽ. അതെ അതെ. ഇത് ആക്ച്വലി ഇതെല്ലാം കംപ്ലീറ്റ്ലി ഇൻ ഹൗസ് ആണോ ബിൽഡ് ചെയ്യുന്നത്, അതോ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ പ്രൊക്യൂർ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? നമ്മളുടെ റോ മെറ്റീരിയൽസ് കൂടുതലും പുറത്തുനിന്ന് വരുന്നത് തന്നെയാണ്. നമ്മൾ ബേസിക്കലി അതിനെ ഒന്ന് അസംബിൾ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി വണ്ടി കാണുമ്പോൾ ഇതിനകത്ത് ഉള്ള ആ ഒരു എന്ന് പറയുന്നത് ബിൽഡ് ചെയ്ത് എടുക്കുന്നത് കൂടുതൽ റോ മെറ്റീരിയൽസ് നമ്മളിപ്പോൾ സ്റ്റീൽ, ഗ്ലാസ്, അല്ലെങ്കിൽ അതിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട സസ്പെൻഷൻ, ബാക്കിയുള്ള കിറ്റുകളൊക്കെ പുറത്തുനിന്ന് തന്നെ കൊണ്ടുവന്നിട്ടാണ് ചെയ്യുന്നത്. ഇൻഹൗസ് കുറച്ച് സാധനങ്ങൾ മാത്രം നമ്മൾ ഇൻഹൗസ് പ്രൊഡക്ഷൻ ഉണ്ട്. ഈ ടയർസ് ഞാൻ സ്പെഷ്യലി ചോദിക്കുന്ന ടയറിൻ്റെ മാസീവ് സൈസ്, അതൊക്കെ നമുക്ക് പുറത്തുനിന്ന് പ്രൊക്യൂർ ചെയ്യുന്നത്? എല്ലാം നമ്മൾ ഇവിടെ നടക്കുന്നത് ഷെല്ലായിട്ടാണ് വരുന്നത്. ഈ ഇതൊരോന്നും ഇപ്പോൾ സ്റ്റീൽ ആണെങ്കിലും നമ്മളുടെ ഡിസൈൻ ഉണ്ട്. നമ്മളുടെ ഡിസൈൻ അനുസരിച്ചിട്ട് കട്ട് ചെയ്ത് വരുന്ന പീസുകൾ ഒരുമിച്ച് നമ്മൾ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. ആ ചേസസ് ഏത് വണ്ടിയിലാണ് ഇത് ചെയ്യുന്നത്? നമ്മൾക്ക് ചേസസ് ഇപ്പം മെയിനായിട്ട് നിങ്ങൾക്കറിയാവുന്ന മേജർ കാർ മാനുഫാക്ചറേഴ്സാണ് ടൊയോട്ട, അല്ലെങ്കിൽ ബെൻസ്, അതല്ലാന്നുണ്ടെങ്കിൽ കാഡിലാക്ക് പോലെ GMC, അങ്ങനത്തെ വണ്ടികൾ. ഇങ്ങനത്തെ വണ്ടികൾ വന്നിട്ട് നമ്മൾ അതിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്റ്റഡ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിലൊരു നിങ്ങൾക്കറിയാം ഗ്യാപ്പ് എത്രയാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ അതിനുള്ളിൽ നമ്മൾ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കും. ഈ ടയേഴ്സ് ഒക്കെ RFT അല്ലേ, റൺ ഫ്ലാറ്റ് ആണെന്ന്? അതെ. പക്ഷേ റൺ ഫ്ലാറ്റ് ഒരു പ്രീമിയം സെഗ്മെൻറ്റ് കാറിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ലേ? അത് കോപ്പിറൈറ്റ് ഉള്ളൊരു പ്രൊഡക്റ്റ് അല്ലേ അത്? അത് ബിനിൽ ഭായ്, നമ്മൾ യൂസ് ചെയ്യുന്നത് റൺ ഫ്ലാറ്റ് ഇൻസേർട്ടാണ്, അതായത് RFI. ഓക്കെ, ബിനിൽ ഭായ് പറഞ്ഞു തരുന്ന റൺ ഫ്ലാറ്റ് ടയേഴ്സിനെ പറ്റിയാണ്. അത് ഇപ്പോൾ മെഴ്സിഡസ് പോലെ ഉള്ളവർ അവരുടേതായ വണ്ടിയിൽ റൺ ഫ്ലാറ്റ് ടയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളിത് റിമ്മിനോട് കണക്ട് ചെയ്യുന്ന PU അല്ലെങ്കിൽ മറ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ഒരു റൺ ഫ്ലാറ്റ് ഇൻസേർട്ട് എന്നാണ് അതിന് കറക്റ്റായി പറയുക. അത് മാനുഫാക്ചർ ചെയ്യുന്ന ഹച്ചിൻസൺ അല്ലെങ്കിൽ റൺ ഫ്ലാറ്റ് ഇൻ്റർനാഷണൽ, APC, അങ്ങനെയുള്ള കുറച്ച് മാനുഫാക്ചേഴ്സ് ഉണ്ട്. അവരുടെ അടുത്ത് നിന്ന് നമ്മൾ ഇത് വാങ്ങിക്കുകയാണ്, എന്നിട്ട് അത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്രമണം, കാരണം ടയറൊക്കെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അതെ. അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാലും ഒരു 70 കിലോമീറ്റർ വരെ വണ്ടി ഈ റൺ ഫ്ലാറ്റ് ഇൻസേർട്ടിൽ ഓടും. ഓക്കെ, ഏതൊരു സെക്യൂരിറ്റി വണ്ടിയുടെയും മെയിൻ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു ആക്രമണം ഉണ്ടാകുന്ന സ്ഥലത്ത് നിന്ന് രക്ഷിക്കുക, അവിടെ നിന്ന് നിങ്ങൾ എസ്കേപ്പ് ആവണം. ഓക്കെ, ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഓടാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊക്കെയാണ്. സിബി, ഒരു വെഹിക്കിൾ നമ്മുടെ ഫാക്ടറിയിലോട്ട് വരുമ്പോൾ ഓക്കെ, അത് ഒരു ഷാസി ഉണ്ടാവും, ഒരു എഞ്ചിൻ ഉണ്ടാവും. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് നമ്മളൊരു സെക്യൂരിറ്റി ഗ്രേഡുള്ളൊരു വണ്ടിയായിട്ട് കൺവേർട്ട് ചെയ്തെടുക്കുന്നത്? ഇതിൻ്റെ ഒരു പ്രോസസ് ഫ്ലോ എങ്ങനെയാണ്? എത്ര ടൈം ഇതിന് എടുക്കാറുണ്ട് എന്ന് പറയാമോ? ബിനിൽ ഭായ് അവിടെ വന്നപ്പം ഒരു 2-3 ടൈപ്പ് വണ്ടികൾ കണ്ടിട്ടുണ്ടാവും. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ OEM ലുക്ക് തന്നെയുള്ള വണ്ടികൾ, അതിനകത്ത് അല്ലെങ്കിൽ അതിലൊരു പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന് അറിയാൻ പറ്റാത്ത വണ്ടികൾ. ഇത് വരുന്നത് ശരിക്കും നമ്മൾ ടൊയോട്ട പോലെ അല്ലെങ്കിൽ ബെൻസ് പോലെയോ അല്ലെങ്കിൽ GMC ഇതിൻ്റെയൊക്കെ വണ്ടികൾ എടുത്തിട്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ട് സ്ട്രിപ്പ് ചെയ്ത് അതിനുള്ളിൽ നമ്മളൊരു സ്റ്റീലും ഗ്ലാസും ഒക്കെ ആയിട്ട് വെച്ചുണ്ടാക്കി അതിനുശേഷം ആ വണ്ടി തിരിച്ച് അതുപോലെ തന്നെ OEM ലുക്കിൽ, വെളിയിൽ നോക്കിയാൽ OEM ലുക്കിൽ തന്നെ ഇരിക്കുന്ന വണ്ടിയായിട്ട് മാറ്റി. അതാണ് ഒരു ടൈപ്പ്. പിന്നെ ഉള്ളതാണ് നമ്മളുടെ കംപ്ലീറ്റ് ബോഡി നമ്മൾ ബിൽഡ് ചെയ്യുന്ന വണ്ടികൾ. അതും 2 തരത്തിലുണ്ട്. ഇതേപോലെയുള്ള ചേസസ് എടുത്തിട്ട് അതിൽ ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിൻ എടുത്തിട്ട് അതിനെ മറ്റേ ട്രാൻസ്മിഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ആ രീതിയിലും ചെയ്യുന്ന വണ്ടികളുണ്ട്. ഇങ്ങനെ 3 തരത്തിലുണ്ട്. സിബി, നമ്മളിപ്പോൾ കൺവേർട്ട് ചെയ്യാനായിട്ട് കൊണ്ടുവരുമ്പോൾ ഒരു എഞ്ചിൻ ഉണ്ടല്ലോ, അതെ, ആ എഞ്ചിനിൽ തന്നെയാണോ മോഡിഫിക്കേഷൻ നടത്തുന്നത്? സപ്പോസ് ഒരു V6 അല്ലെങ്കിൽ ഒരു V8 എഞ്ചിനാണോ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എഞ്ചിൻ നമുക്ക് അതിനകത്ത് ഫിറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? കൂടുതൽ കേസിലും നമ്മൾ ആ സെയിം ഇത് തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. അതിൽ ചേഞ്ചസ് വരുത്തുന്നത് വളരെ റെയർ ആയിട്ടാണ്. ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരു പുതിയ മോഡൽ, ഇപ്പോൾ OEM വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ലാൻഡ് ക്രൂസർ പോലെ ഒരു വണ്ടി ടൊയോട്ടയിൽ നിന്ന് പുതിയ മോഡൽ വരുന്നു, 200 മാറി 300 വന്നു, ഇപ്പം അടുത്താണ് വന്നത്, 2 വർഷം. അപ്പോൾ ആ സമയത്ത് നമ്മൾ
ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പുതിയ വണ്ടി എടുത്തിട്ട് ഇതിനൊരു R&D ടൈം ഉണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡിസൈൻ റെഡിയാക്കണം. ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അത് റെഡിയാണ് നമ്മുടെ. പിന്നെ ചെറിയ കസ്റ്റമൈസേഷനൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് നമ്മുടെ ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റ് അതനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്തിയിട്ട് ഓരോ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് മാറ്റും. ഓക്കെ. അതിന് നമുക്ക് പല സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഈ ഒരു പ്രൊട്ടക്ഷന് തന്നെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ്, ഇപ്പോൾ നാറ്റോ സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ NIJ, അതെല്ലാം എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സ്, ഇതനുസരിച്ചിട്ട് ഉള്ള ഒരു ഇത്. നമ്മളിപ്പം കൂടുതൽ മൂവ് ചെയ്യുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 30 days കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ഡിസൈൻ റെഡി ആണെങ്കിൽ അത് OEM അങ്ങനെ നിർത്തിക്കൊണ്ട് വണ്ടി. പിന്നെ ഉള്ള അടുത്ത ഫുൾ ബോഡി ചെയ്യുന്ന വണ്ടിക്ക് നമുക്കൊരു R&D ഒരു 3-4 മാസം സമയം എടുത്തിട്ടാണ്. അത് നമ്മുടെ സ്വന്തം ഡിസൈനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ഒരു കോമൺ OEM ഇതിൽ പോകുന്ന വണ്ടികളാണെങ്കിൽ ഇപ്പം നമ്മളുടെ അടുത്ത് നിങ്ങൾ കണ്ട നമ്മളുടെ ഓൺ ഡിസൈൻ നമ്മളുടെ ഓൺ ഇതിലാണ്. അപ്പോൾ അതിൻ്റെതായ സമയം എടുക്കും അത് വരാൻ വേണ്ടി. എന്നാലും ഒരു 3 months to 6 months വരെയൊക്കെ ചിലപ്പോൾ എടുക്കാവുന്നതാണ്. അതെ. ആ ഒരു ഫ്ലോ എങ്ങനെയാണ്? ഫാക്ടറിയിലെ ഒരു ഫ്ലോ ആണല്ലോ, അതെങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഈ OEM വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞോട്ടെ, OEM എന്ന് അതെന്താണെന്ന് ചിലപ്പോൾ അറിയാത്ത ആൾക്കാരുണ്ടാവും. ഒറിജിനൽ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറർ അല്ലേ? അതെ. ഓക്കെ. ആ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അതിന് പല പ്രോസസ്സിലൂടെയാണ് അത് പോകുന്നത്. നമുക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അതിൻ്റെ ആദ്യം മെക്കാനിക്കൽ ടീമാണ് അതിനെ കംപ്ലീറ്റ് ആയിട്ടെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ച് അതിൻ്റെ പെയിൻറ്റിങ് മറ്റ് പരിപാടികളിലേക്ക് പോകും. പിന്നെ അതിൽ ഗ്ലാസ്, സസ്പെൻഷൻ അപ്ഗ്രേഡ് ചെയ്യുക, ബ്രേക്ക് അപ്ഗ്രേഡ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് അതൊരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഒരുപാട് കുറേ ഡിവിഷൻ നിങ്ങൾ വന്ന് കണ്ടതാണല്ലോ, കുറേ ഡിവിഷൻസ് ഉണ്ട്. ഇതിലൂടെ എല്ലാം പോയിട്ടാണ് ഇതൊരു ഫൈനൽ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു ടെസ്റ്റിംഗ് എവിടെയാണ് നടത്തുന്നത്? ഇതിൻ്റെ ടെസ്റ്റിംഗ് നമുക്ക് ഈ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം ഓൾറെഡി ടെസ്റ്റഡ് ആൻഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ ഗ്ലാസ്, സ്റ്റീൽ, ഇതെല്ലാം. പിന്നെ വണ്ടിയുടെ കംപ്ലീറ്റ് ഇത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു QC ടീമുണ്ട്. അതിനൊരു 10-18 ലെവൽ ടെസ്റ്റുകളുണ്ട്. അതെല്ലാം ചെയ്തതിന് ശേഷമാണ് വണ്ടി നമ്മളുടെ കസ്റ്റമറുടെ അടുത്തേക്ക് വിടുന്നത്. സിബി, പിന്നെ ഞാനവിടെ വന്നപ്പോൾ ഞാനൊരു വണ്ടി അവിടെ കണ്ടിരുന്നു, ഒരു ഞാൻ കണ്ടിരുന്നു. ഞാൻ പലപ്പോഴും അതിശയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ വാർ ഫ്രണ്ടിലോട്ട് ഈ കൺട്രി ഹെഡ്സ് ഒക്കെ എത്തിപ്പറ്റുന്നതെന്ന്. പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്ത ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലത്തോട്ട് ഇവരെങ്ങനെയാണ്, ഇവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഞാൻ വണ്ടർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിമിലറായിട്ടൊരു വണ്ടി ഞാൻ അവിടെ കണ്ട്. അതെന്താണ്? അത് ഫുള്ളി കസ്റ്റമൈസ്ഡ് ആണോ? അതെന്തായിരുന്നു എക്സ്പ്ലെയിൻ ചെയ്യാം? അത് കസ്റ്റമറുടെ റിക്വയർമെൻറ്റ്, അവർക്ക് കുറച്ച് പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ എന്തെങ്കിലും ഒരു മീറ്റിംഗ് അങ്ങനെയുള്ളത് ആവശ്യമുള്ളപ്പോൾ അകത്ത് ഇങ്ങനെ കുറച്ച് ഫെസിലിറ്റീസ് വേണം. അവർക്ക് ആ സ്ഥലങ്ങളിലേക്ക് പോകണം. അങ്ങനെയുള്ള സ്ഥലത്തിരുന്നിട്ട് അവർക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവർക്ക് കുറച്ച് ഇപ്പം പറയുമ്പോൾ അതിലുള്ള സീറ്റുകളൊക്കെ കുറച്ച് ഒരു റഫായിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇവർക്ക് കുറച്ചും കൂടെ ലക്ഷറി ആയിട്ടുള്ളത് വേണമെന്ന് പറയുമ്പോൾ നമ്മളതനുസരിച്ചിട്ട് അവർക്ക് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ. ഒരു കൈൻഡ് ഓഫ് മീറ്റിംഗ് റൂമൊക്കെ സെറ്റ് ചെയ്ത് എനിക്കൊന്ന് വേറെ എന്തോ അഡീഷണൽ ഫെസിലിറ്റീസ് ഒക്കെ മീറ്റിംഗ് റൂംസ് അതിനകത്തൊരു റൂമിലേക്ക് വേണ്ട എല്ലാം ആ വണ്ടിക്കകത്ത് ഉണ്ട് എന്ന് പറയാം. ഒരു ഹോട്ടൽ റൂം എന്ന് പറയാം. ഓക്കെ. എനിക്കൊന്ന് വാഷ്റൂമും വേറെ എന്തൊക്കെ ഫെസിലിറ്റി അതിനകത്തുണ്ട്? അതെ. ഓക്കെ. ഇത് AC ചെയ്തതാണോ? നമുക്ക് ചില സമയത്ത് ഇത് ഹീറ്റർ ആയിരിക്കും. നമുക്ക് ഓൾറെഡി വണ്ടിയിലുള്ള AC എൻഹാൻസ് ചെയ്യുകയും അല്ലെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയും നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ വെളിയിൽ നിന്ന് അത് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഉണ്ട്. അവർ വന്നിട്ട് വണ്ടിയിൽ അത് ഫിറ്റ് ചെയ്യാറ്. ഓക്കെ. അത് ഇൻഹൗസ് അല്ല. സിബി ഇതൊരു വലിയ ഫെസിലിറ്റിയാണ്. ഓക്കെ. ഞങ്ങളൊന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള ഫിക്സ് കോസ്റ്റ് ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ചലഞ്ചസ് ഉണ്ടാവും. ഓക്കെ. ലീഗൽ വൈസ്, കൊമേഴ്ഷ്യൽ വൈസ്, ഇതിൻ്റെ എല്ലാം ഒരു ചലഞ്ചസ് ഉണ്ടാവും. എന്തൊക്കെയാണ് സിബി ഓൺ എ ഡേ ടു ഡേ ബേസിസ് അനുഭവിക്കുന്ന ചലഞ്ചസ്? നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി ഹൈലി റെഗുലേറ്റഡ് ആണ്. അപ്പം അതിൻ്റേതായ ഡിലേസും അപ്രൂവലിനുള്ള ഡിലേസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്രഷർ ആ സൈഡിൽ നിന്നുണ്ട്. പിന്നെ നമ്മളുടെ മാനുഫാക്ചറിങ് ആയതുകൊണ്ട് തന്നെ ഒരു ബാലൻസിങ് ആണ്. കാരണം നമ്മുടെ പ്രൊഡക്ഷൻ ഓക്കെ ആകുമ്പോൾ സെയിൽസും ഓക്കെ ആകണം. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് ബാലൻസിങ് കറക്റ്റ് അല്ലാതാകുമ്പോൾ അതിൻ്റേതായ ടെൻഷനും പ്രഷറും നമുക്കുണ്ട്. ഉറക്കമില്ലാത്ത ദിവസങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മൾ വെളുപ്പിന് 2 മണിക്കൊക്കെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്ന ദിവസങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഇപ്പം നമുക്കറിയാം. കാരണം നമ്മൾ ഈ ടെലികോം പോലെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ട് വരുന്നതാണ്. ഓരോ മണിക്കൂറും പ്രഷർ ഇട്ട് നമ്പറിനെ കമ്പയർ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് വരുമ്പം ഇതൊക്കെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. കാരണം അന്ന് ഈ കല്യാണത്തിന് പോലും 1-2 ദിവസം മാത്രം ആ ഫോൺ മാറ്റിയൊന്ന് വെക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ ഒരു ത്രില്ലുണ്ട്. നമ്മൾ ഇത് ഇല്ലാതെ, കാരണം ഞാൻ റിലയൻസിൽ നിന്ന് റിസൈൻ ചെയ്തു, എൻ്റെ സിമ്മും മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണ് ഒരു കോൾ പോലും വരുന്നില്ല. ഞാനിങ്ങനെ ഇടയ്ക്ക് വിചാരിക്കും ഫോൺ എന്തെങ്കിലും പ്രശ്നമാണോ. കാരണം ആ ഒരു ത്രില്ല് ലൈഫിൽ എപ്പോഴും ഉണ്ടെങ്കിൽ, കാരണം അതാണല്ലോ നമ്മളിങ്ങനെ നിർത്തിക്കൊണ്ട് പോകുന്നത്. തീർച്ചയായും അതാണ് അതിൻ്റെ ഒരു രസം. ഓക്കെ. ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ജോലിയിലായാലും ശരി, ഏതൊരു ബിസിനസ്സിലായാലും ശരി, ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ വേണം. സോ എന്താണ് വാട്ട് കീപ്സ് യു ഗോയിങ്? വണ്ടിയുള്ള പാഷനാണോ? ഇപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വണ്ടിയുള്ള പാഷനുണ്ട് അവിടെ. കാരണം പുതിയ വണ്ടികൾ കാണാനും അതെങ്ങനെയാണ് അതിൻ്റെ എൻജിൻ, അതിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ അറിയാനും പറ്റുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ഇൻഡസ്ട്രിക്ക് മാത്രം കൊടുക്കാൻ പറ്റുന്ന ചില പ്രത്യേകതകളുണ്ട്. ഓക്കെ, ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഇൻഡസ്ട്രീസ്. ഓക്കെ. നമ്മൾ ഇവിടെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ജീവനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ളിലിരിക്കുന്ന ആൾക്കാരെയാണ്. അപ്പം നമ്മൾ വണ്ടി വന്ന് അതിനെ ഒരു സെക്യൂരിറ്റി വണ്ടിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ
നമുക്ക് ഒരു ചെറിയ ലാഭമോ അല്ലെ വലിയ ലാഭമോ നോക്കിയിട്ട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഷെല്ലിൽ അത് സംഭവിക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം അതിൽ നമ്മളെ വിശ്വസിച്ചിരിക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ അതിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ നമുക്ക് കുറേയധികം ഇപ്പം നമ്മൾ ഒരു 1000-ൽ ചിലപ്പോൾ 1-2 വണ്ടികളായിരിക്കും ഒരു മോശം സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നത്, ഒരു ആക്രമണം അങ്ങനെയുള്ള ഒരു ഇതുണ്ടാകുന്നു. ഓക്കെ. നമുക്ക് കുറേ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ആൾക്കാർ വിളിച്ച്, അതായത് നിങ്ങൾ ആ ഒരു ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ നിങ്ങൾ തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നത്. ഓക്കെ. ഓക്കെ. അത് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും. അതെ. പിന്നെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ക്രൗഡ് എന്ന് പറഞ്ഞാൽ, ഓക്കെ. കാരണം നമ്മളുടെ ബയേഴ്സ് ആണെങ്കിലും എല്ലാം ഓരോ കൺട്രിയിലെയും കീ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതും ഒരു നല്ല കാര്യമായിട്ടാണ് നമുക്ക് തോന്നാറുള്ളത്. സിബി, ഏതൊരു കമ്പനിയുടെ ഗ്രോത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടുത്തെ സ്റ്റാഫ്, എംപ്ലോയീസ്. അപ്പോൾ അവർ പ്രത്യേകിച്ച് ഇതൊരു വളരെ റെഗുലേറ്റഡ് ഇൻഡസ്ട്രിയും കൂടാണ്. അപ്പോൾ അവരുടെ ഒരു ട്രെയിനിങ്ങും അവരുടെ ഒരു ഡെവലപ്മെൻറ്റും എങ്ങനെയാണ് സിബി ചെയ്യുന്നത്? നമ്മളുടെ ഒരു ഇൻഡസ്ട്രിയിൽ നോക്കുമ്പം സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ഉണ്ട്. ഓക്കെ. ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റാണ് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ആൾക്കാർ ഭയങ്കര സെൻസിറ്റീവാണ്, കാരണം അവർ യന്ത്രങ്ങളൊന്നുമല്ല. കറക്റ്റ്. ഓരോ വ്യക്തിയും ഓരോ എൻറ്റിറ്റിയാണ്. അതെ അതെ. അപ്പോൾ ഷെല്ലിൽ നമ്മൾ മാക്സിമം പിന്നെ ഇപ്പോൾ പുതിയ ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ ആദ്യം തന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ട്രെയിനിങ് ഡെവലപ്മെൻറ്റ്, അത് നമ്മൾ അങ്ങോട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അതിന് വേണ്ട എല്ലാവിധ സപ്പോർട്ടും കൊടുക്കാറുണ്ട്. കൂടാതെ നമ്മളുടെ കൂടെ ഇപ്പോൾ നിൽക്കുന്ന തുടങ്ങിയ സമയം മുതൽ ഇപ്പോഴുമുള്ള കുറേയധികം ആൾക്കാർ നമ്മുടെ കൂടെയുണ്ട്. അതൊരു നല്ല ഇതായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ എംപ്ലോയീസിനെ മാക്സിമം കെയർ ചെയ്യാറുണ്ട്. ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉള്ള പ്രഷറും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയാലും ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഒരു എംപ്ലോയി മീറ്റ് ആയാലും അതിൽ നമ്മൾ കംപ്ലീറ്റ് മാനേജ്മെൻറ്റ് ആൾക്കാരും വിചാരണ ചെയ്യാൻ അവർക്കൊരു അവസരം കൊടുക്കാറുണ്ട്. അതെങ്ങനെയാണ് വിചാരണ? അത് നമ്മളെല്ലാവരും സ്റ്റേജിലുണ്ടാവും. മാനേജ്മെൻറ്റിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരെല്ലാം സ്റ്റേജിലുണ്ടാവും. അവർക്ക് എന്ത് ചോദിക്കാം ആ സമയത്ത്. അവർ നേരിട്ടിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ ചോദിക്കാം. അല്ലെങ്കിൽ അവർ ബാധിക്കുന്ന വേറെ എന്ത് കാര്യം അത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കാറുണ്ട്. അതൊരു വല്ലാത്ത ഡെയറിങ് അപ്രോച്ച് ആണല്ലോ. അതെ. പക്ഷേങ്കിൽ അവർക്കും അറിയാം നമ്മൾ പറ്റുന്ന രീതിയിൽ ആ കമ്പനി അവരെ കെയർ ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ. പിന്നെ ഇൻറ്റേർണൽ പൊളിറ്റിക്സും മറ്റു കാര്യങ്ങളൊക്കെ ഏത് കമ്പനിയിലുള്ളതുപോലെ തന്നെ ചെറിയ തോതിലൊക്കെ നമ്മൾ നേരിടാറുണ്ട്. അതൊക്കെ അങ്ങനെ പോകും. ഓക്കെ. അതെ. ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന ആളെന്ന നിലയിൽ അതൊക്കെ കുറച്ചൊക്കെ ഇഗ്നോർ ചെയ്യുക അല്ലേ? അതെ. ഓക്കെ. സിബി, പിന്നെ എനിക്ക് ചോദിക്കാനുള്ള വേറൊരു കാര്യം, സിബി ബിസിനസ്സിലായതുകൊണ്ട് തന്നെ ഈ ആൾക്കാർ അഡ്വൈസ് ചോദിച്ചു വരാറുണ്ടോ? അതായത് എന്ത് ബിസിനസ് ഞങ്ങൾ ചെയ്യണം, ഞാൻ കുറച്ച് പൈസ ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മോനൊരു ബിസിനസ് സെറ്റ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ എൻ്റെ മോനൊരു ബിസിനസ് സെറ്റ് ചെയ്ത് കൊടുക്കണം, എന്ത് ബിസിനസ് സെറ്റ് ചെയ്യണം എന്ന് അഡ്വൈസ് കൊടുക്കാറുണ്ടോ? അതൊന്ന്. രണ്ട്, സിബിയുടെ അഭിപ്രായത്തിൽ UAE, ഞാൻ UAE പറയുന്നത് യു അച്ചീവ് എവറിത്തിങ് എന്നാണ് എൻ്റെ ഒരു വേർഷൻ ഓഫ് UAE. ഓക്കെ. എത്രത്തോളം ബിസിനസ് ഫ്രണ്ട്ലി ആണ് എന്ന് പറയാമോ? ഒന്ന്, നമുക്കറിയാവുന്ന കുറച്ചെങ്കിലും ഒരു പരിചയമുള്ള എന്തെങ്കിലും തുടങ്ങാം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് അവിടെ ആവശ്യമാണ്. കാരണം അങ്ങനെ ഇല്ലാതെ പല കാര്യങ്ങളും പരാജയപ്പെട്ടു. എൻ്റെ തന്നെ എക്സ്പീരിയൻസ് വന്നു. നമുക്ക് പോകാൻ പറ്റാതോ അല്ലെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് അവിടെ ഫുൾ ടൈം ഇരുന്ന് നോക്കാൻ പറ്റാതോ ബിസിനസ് പരാജയപ്പെടുന്ന. അതായത് ഒരു ബിസിനസ്സിലോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഫുള്ളി ഇൻവോൾവ് ആയിരിക്കും. അതെ. നമ്മൾ തന്നെ ഇൻവോൾവ് ആയിരിക്കണം ഒരു കുറച്ച് നാളത്തേക്കെങ്കിലും. അതൊന്ന് തനിയെ നിൽക്കാൻ പ്രാപ്തനാകുന്നവരെ, ഓട്ടോ പൈലറ്റ് മോഡിലോട്ട് മാറുന്നവരെ നമ്മൾ ഇൻവോൾവ്മെന്റ് വേണം. നമ്മളുണ്ടാവണം. പിന്നെ അടുത്ത ഒന്നാണ്, നമ്മൾ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഇപ്പം ഞാൻ കമ്പനി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് പുതിയ ആൾക്കാർ വരുമ്പോൾ നമുക്ക് അവരിലുള്ള ഒരു കോൺഫിഡൻസ്, അവർക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന അത്ര ഭംഗിയാകുമോ. ചിലപ്പോൾ അവരെ അത് ഏൽപ്പിച്ച് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരും നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും ഭംഗിയായി ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അപ്പം അതിൽ പേടിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ആരെയും നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവൻ നമ്മളെപ്പോലും ചിലപ്പോൾ നമ്മളില്ലെങ്കിലും ആ ബിസിനസ് ഓടും എന്നുള്ള ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, കാരണം 1-2 ആൾക്കാരിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുമ്പോൾ, എൻ്റെ അനുഭവത്തിൽ നിന്നാണ്, അങ്ങനെ അവർ പെട്ടെന്ന് പോവുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് നാളത്തേക്കൊന്ന് ഇതിലാവും. പിന്നെ ഒരു ബാക്കപ്പ് പ്ലാൻ അല്ലെങ്കിൽ നമുക്കൊരു അടുത്തൊരു പ്ലാൻ വെച്ചിട്ട് മുന്നോട്ട് പോവാം. നമ്മൾ UAE പോലെ ഞാൻ കേട്ടിട്ടുള്ളത് വെച്ചിട്ടാണെങ്കിൽ UAE ബിസിനസ് നടത്തി നിങ്ങൾ വിജയിക്കുന്നില്ലെങ്കിൽ വേറെ എവിടെ പോയി ബിസിനസ് നടത്തി വിജയിക്കാൻ പറ്റാറില്ല എന്നുള്ളത് അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. പല സ്ഥലത്തും അങ്ങനെ ചിലപ്പോൾ നമ്മുടെ പ്രസൻസ് അവിടെ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. പല സ്ഥലത്തും നമ്മൾ പരാജയം എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷെ അതൊരു അത്ര നല്ലതല്ലാത്ത ഒരു ലേണിംഗ് ആണ്. അപ്പം UAE പോലൊരു സ്ഥലത്ത് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സപ്പോർട്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഭംഗിയായി ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് അതോറിറ്റീസിൻ്റെ ഹെൽപ്പായാലും പെട്ടെന്ന് നടത്തിയെടുക്കാനുള്ള ഓരോ കാര്യം, ഇപ്പോൾ ഒരു എന്താണെന്നുണ്ടെങ്കിലും എത്ര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ എങ്ങനെയാണെന്നുള്ളതും അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്ത് കിട്ടുന്ന ഒരു സ്ഥലം ആണ് UAE. ഞാനൊന്ന് അടിയോട്ടെ, ഞാൻ എല്ലാവരും പറയാറുണ്ട് UAEയുടെ എൻ്റെ ആക്രണിം ഓഫ് യു അച്ചീവ് എവറിത്തിങ് എന്ന് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്. അതൊന്ന്. രണ്ട്, ഞാനിത് പണ്ടേ, ഞാനിവിടെ 20 വർഷമായി ഇപ്പം ദുബായിൽ, സ്പീക്കർ അറിയാലോ, ഞാൻ പണ്ടേ പറയാറുണ്ട്, നിങ്ങൾക്കിപ്പം UAE
കച്ചവടം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഈവൻ ഫോർ എ ക്രെഡിറ്റ് കാർഡ് അതെ, സെല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഒരു ഭാഗത്തും പോയി ഒന്നും സെല് ചെയ്യാൻ പറ്റില്ല. സത്യമാണ്. ദിസ് ഇസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. അതെ, കറക്റ്റ് സിബി, 100% കറക്റ്റാണ് പറഞ്ഞത്. ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. പല സ്ഥലത്തും നമ്മൾ ചെയ്ത് നോക്കി അവിടെ നിന്നുള്ള അനുഭവം ഇവിടുത്തെ ഒരു അനുഭവം വെച്ച് നോക്കുമ്പോൾ ആ ഒരു ഡിഫറൻസ്. സിബി, ഇതൊരു വളരെ നിഷായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയാണ്. ഓക്കെ, നമ്മുടെ ഏതൊരു ബിസിനസ്സിന് സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ സെയിൽസിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ കസ്റ്റമർ അക്വിസിഷൻ എങ്ങനെയാണ് സിബി ചെയ്യുന്നത്? നമുക്ക് കസ്റ്റമർ അക്വിസിഷന് നമ്മുടേതായ ചാനൽസ് ഉണ്ട്. നമ്മൾ പിന്നെ നമ്മുടേതായ കസ്റ്റമേഴ്സ്, റിപ്പീറ്റ് കസ്റ്റമേഴ്സ്, അവർ വഴിയായി വരുന്ന ബിസിനസ്, പിന്നെ അതുകൂടാതെ നമുക്ക് ഓരോ കൺട്രീസിലും നമ്മളുടേതായിട്ടുള്ള ചാനൽസ്, അതായത് നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഗവൺമെൻറ് ഓർഡേഴ്സിൽ കൂടുതലും ടെൻഡർ ബേസ്ഡ് ആണ്, അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടീം. അങ്ങനെ ആ ഒരു രീതിയിലാണ് നമ്മളുടെ കസ്റ്റമർ അക്വിസിഷൻ നടത്തുന്നത്. ഈ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഡെഫിനറ്റ്ലി നമ്മുടെ ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കൊണ്ടായിരിക്കുമല്ലോ ഇത് തിരിച്ചു വരുന്നത്, അല്ലേ? അതെ, ഉറപ്പായിട്ടും. അതെ, നമ്മൾ അവരുടെ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റിയും എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെന്നും ഏത് സമയത്തും വന്ന് നമ്മളുടെ കസ്റ്റമേഴ്സിന് കാണാനുള്ള ഒരു അനുവാദമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം നമ്മളുടെ അടുത്ത് വന്ന് ആ ഒരു ക്വാളിറ്റിയിൽ ഓക്കെ ആയി കഴിഞ്ഞാൽ കസ്റ്റമർ കൂടുതൽ ആൾക്കാരും വിട്ടു പോകാറില്ല. അവർ വീണ്ടും നമ്മളുടെ അടുത്ത് തന്നെ ഓർഡർ തരാറുണ്ട്. ഓക്കെ, ഓൾറൈറ്റ്. വളരെ ലെയ്മാൻ ക്വസ്റ്റ്യൻ ആണ്. ഇവരുമായിട്ടൊക്കെ ഡീൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആണോ അതോ? അല്ല, കാരണം പിന്നെ ഓരോ കൺട്രി പർച്ചേസിങ് അല്ലെങ്കിൽ ബയർ പല രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങൾ നോക്കിയാൽ അവർ ഇവർ ശരിക്കും ചെയ്യുന്നത് നല്ല രീതിയിലാണോ, എങ്ങനെയാണ്? നമ്മുടെ കമ്പനിയിൽ നമ്മളൊരു പറയുന്ന ഒരു കാര്യം, എപ്പോൾ വേണമെങ്കിലും അവർക്ക് വരാം, അവരുടെ വണ്ടി നോക്കാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നത്, എന്ത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അത് ചെയ്യുന്നത്, അത് ഏത് സമയത്തും അവർക്ക് വന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. വർക്ക് ഇൻ പ്രോഗ്രസ് കാണാം. അതെ, അവർക്ക് കാണാം. അപ്പം അത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആ ഒരു ട്രസ്റ്റ് ഇനിഷ്യലി. ഒരു പ്രാവശ്യം അവർ വണ്ടി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം ആ ഒരു ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതുവരെയുള്ള ഒരു പ്രോസസ്സിൽ പിന്നെ വേറെ ചില കസ്റ്റമേഴ്സ് ഉണ്ട്, അവർ ജസ്റ്റ് നമ്മളെ വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോകും. അങ്ങനെ എല്ലാവരെയും ഡീൽ ചെയ്യണമല്ലോ, അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ പോകും. സിബി, ഞാനൊരു വാർ മോങ്കറൊന്നുമല്ല. പക്ഷേ ഏതൊരു ബിസിനസ്സും അത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അതിനൊരു നെക്സ്റ്റ് ലെവലിലോട്ട് കൊണ്ടുപോകണം. ഇതിനൊരു സ്കെയിലബിലിറ്റി ഉണ്ടാവണം. എന്താണ് സിബിയുടെ നെക്സ്റ്റ് 5 ഇയേഴ്സിലുള്ള പ്ലാൻ? നമുക്ക് ഇപ്പോൾ നമ്മളുടെ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കൂടുതലും മാനുവൽ ലേബറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്. കൂടുതലൊരു ഓട്ടോമേഷനിലേക്ക് നമ്മൾ പോകാനുള്ള പ്ലാനുകളുണ്ട്, നോക്കുന്നുണ്ട്. പിന്നെ ഡൈവേഴ്സിഫിക്കേഷൻ, അത് പ്രൊഡക്റ്റ് വൈസ് ആയാലും പിന്നെ മറ്റു സ്ഥലങ്ങളിലേക്കായാലും അങ്ങനെയുള്ള പ്ലാനുകളൊക്കെ നടക്കുന്നുണ്ട് പാരലായിട്ട്. പിന്നെ കുറച്ച് കറക്റ്റീവ് മെഷേഴ്സ് ചെയ്യേണ്ടതുണ്ട് നമ്മളുടെ പ്രോസസ്സിലൊക്കെ, ഒക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടെ വലിയൊരു ഫെസിലിറ്റി, ഇപ്പോൾ നിങ്ങൾ കണ്ടതല്ലാത്ത കുറച്ചുകൂടെ വലിയൊരു ഫെസിലിറ്റിയിലേക്ക് മാറാനുള്ള പ്ലാനുകൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. സിബി, ഇൻഡസ്ട്രിയുടെ സ്പെഷ്യാലിറ്റി കൊണ്ട് എനിക്ക് അധികം ചോദ്യങ്ങൾ അത് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കറിയാം റെഗുലേറ്ററാണ്, ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആൻസർ ചെയ്യാനായിട്ട്. ഓക്കെ, എങ്കിലും ഞാനൊരു ഫൈനാൻഷ്യൽ പ്ലാനറാണെന്ന് അറിയാമല്ലോ. സിബി, ഒരു ക്വസ്റ്റ്യൻ, സിബിയുടെ ഫൈനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ പ്ലാനിങ് എനിക്ക് അറിയാവുന്ന ചില സുഹൃത്തുക്കൾ, ഇപ്പം ബിനിൽ ഭായിയെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചിട്ട്, കാരണം എല്ലാ മുട്ടയും കൊണ്ടുവന്ന് ഒരു ബാഗിലിടുന്നതിന് പകരം നമ്മൾ പല ഇതായിട്ട് ആ ഒരു ചിന്തയൊക്കെ വരുന്നത് ഇപ്പോഴാണ്. വളരെ ലേറ്റായിട്ട് വന്നിട്ടുള്ള ചിന്തകളൊക്കെ, പ്രത്യേകിച്ച് നിങ്ങളെ പോലുള്ള ആൾക്കാരെ കണ്ടതിന് ശേഷം വന്ന ചിന്തകളാണ്. കാരണം ഇതിൻ്റെ ഫ്യൂച്ചർ എന്ന് പറയുമ്പോഴും ഇതിൽ ഒരു അൺസർട്ടനിറ്റി എപ്പോഴും ഉണ്ട്. വേറെ കാര്യങ്ങളിലേക്ക് നോക്കണം എന്നുണ്ട്. അപ്പം അതിന് നിങ്ങളുടെ പോലുള്ള ആൾക്കാരുടെ സഹായം ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും അത് ചോദിക്കുന്നത്. ബൈ ദ വേ, സിബി എൻ്റെ ഒരു കസ്റ്റമറും കൂടിയാണ്. കസ്റ്റമറായിരുന്നു, പിന്നെയാണ് സിബി എൻ്റെ ഫ്രണ്ടായിട്ട് മാറിയത്. സിബി ഒരു കമ്പനി നടത്തുന്നതുകൊണ്ട് ഞാനാണ് സജസ്റ്റ് ചെയ്തത്, ഒരു കീമാൻ ഇൻഷുറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ റണ്ണിങ് എ കമ്പനി, വെൻ യു ആർ റണ്ണിങ് എ കമ്പനി. അങ്ങനെ ഒരു കസ്റ്റമറും കൂടിയാണെന്ന് ഞാൻ അറിയിക്കുന്നു. അതെ, വളരെ സന്തോഷം. അങ്ങനെ പുതിയ കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാരിൽ നിന്നായിരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ ഫാമിലിയെ കുറിച്ചൊന്നും പറഞ്ഞില്ല. വൈഫ് സോജി, പത്തനംതിട്ട ചിറ്റാറാണ് വീട്. ഞങ്ങളിവിടെ മർദിഫിലാണ് താമസിക്കുന്നത്. കുട്ടികളോട് പഠിക്കുന്നു. നാട്ടിൽ ഫാദർ മദർ പിന്നെ ബ്രദേഴ്സ് 2 പേരുണ്ട്. അവർ 2 പേരും വെളിയിലാണ്. ഓക്കെ സിബി, ഞങ്ങളൊന്ന് രാഷ്ട്രീയമേ വന്നപ്പോൾ ആ ഫെസിലിറ്റി വന്ന് വിസിറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ഇതിനെ ചെന്നാൽ സിബി വന്ന് പോഡ്കാസ്റ്റിലോട്ട് കൊണ്ടുവന്നാലെന്ന് വളരെ ഷോർട്ട് നോട്ടീസിൽ സിബി വന്നു. അതിന് താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ ഓൾ ദി ഫ്യൂച്ചർ വെഞ്ചേഴ്സ്. താങ്ക് യു.